ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിട്ടുള്ള പൊരിച്ച പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രം വെക്കുക, അതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ ഇത് എടുക്കേണ്ടത്. ഏത് പാത്രത്തിന് കണക്കാക്കിയിട്ടാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ 1.5 പാത്രം വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത്. ആ വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ രീതിയിലും വെള്ളം ആവുന്ന രീതിയിലേക്ക് ഇളക്കി കൊടുക്കുക. ആ പൊടി ഒന്ന് വെന്ത് വരുമ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഒരു പാത്രത്തിലേക്ക് കുഴച്ച് വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഈ പൊടി മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, ചെറിയ വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ഞാൻ അടിച്ച് വെക്കുന്നുണ്ട്, ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് കുറച്ച് കരിഞ്ജീരകം, കറുത്ത ജീരകം, പിന്നെ ഈ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ അതിലേക്ക് ഏത് പാത്രത്തിന് കണക്കാക്കിയിട്ടാണോ അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗം മൈദയും കൂടി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ നല്ല രീതിയിലേക്ക് തന്നെ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം കുറച്ച് കൈമേൽ വെള്ളമാക്കി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് വലിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അങ്ങനെ കുഴച്ചെടുക്കുക. കുറച്ച് മെഴുക്ക് കൈമേലിടുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലേക്ക് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് ഒരേ ലെവലിൽ ഇങ്ങനെ വെച്ച് അമർത്തിയിട്ട് ഈ ലെവലിൽ തന്നെ പത്തിരി മുറിച്ചെടുക്കാം കേട്ടോ. ബാക്കി പത്തിരിയൊക്കെ ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന പത്തിരി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ കളറാകുമ്പോൾ പൊരിച്ചെടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.